ഇത് നമ്മുടെ അരിക്കുട്ടൻ കൊച്ചിൻ്റെ വീട്ടിൽ എല്ലാവരും കൂടി മലക്ക് പോകുന്നു. എല്ലാവരും കൂടി വെച്ചാൽ ദേവിടെ അരിക്കുട്ടൻ കൊച്ചിൻ്റെ മലയ്ക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇന്നായിരുന്നു പോകുന്നത്. അപ്പോൾ ഇത് ഇന്നലെ രാത്രി എടുത്ത വീഡിയോ ആട്ടെ. ഇന്നലെ രാത്രി ഇപ്പോൾ ഈ ഇരിക്കുന്ന കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, ഞങ്ങളെല്ലാം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഭക്ഷണമാണല്ലോ മുഖ്യം. അപ്പോൾ ഞാൻ അങ്ങോട്ട് മറന്നും പോയി വീഡിയോ എടുക്കുന്ന കാര്യം. കാരണം അത്രയും വിശന്നാണ് വന്നിരുന്നത്. ജിമ്മിൽ പോയിട്ട് വിശന്ന് തളർന്നു വന്ന് ദേഹാൻ്റെ ഈ ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് കയറിയിരുന്നങ്ങ് കഴിക്കുമായിരുന്നു. പ്ലേറ്റൊക്കെ തനത്താനൊക്കെ പെറുക്കിയൊക്കെ എടുത്ത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അവർ വിളമ്പിത്തരാനുള്ള ആവത് പോലും ഉണ്ടായിരുന്നില്ല എനിക്കാണെങ്കിൽ. കാരണം ഓൾറെഡി ഒരു 9-10 മണിയോളമായി അവിടെ ഇരുന്ന് കഴിച്ച് റെഡിയാക്കി വന്നപ്പോഴത്തേക്കും. അപ്പോൾ ഏറ്റവും അവസാനം ഇരുന്ന അമ്മയും ദയാൻ്റിയൊക്കെയാണ്. അപ്പം ദയാൻ്റി എന്നോട് പറഞ്ഞിട്ടോ എന്താ ഇതൊക്കെ എടുത്തോ ഞങ്ങൾ തന്നെ ലൈക്ക് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ പിന്നെ വേറെ ആരും ലൈക്ക് ചെയ്യാൻ, കുടുംബക്കാരിലെ ലൈക്ക് ചെയ്യാനുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഈ പാത്രം കാണിച്ച് വരുന്നുള്ളൂ. ഇതൊക്കെ അമ്മ കാലയെ കൂട്ടി കണ്ട് അമ്മക്കറിയാം. കാരണം ഇഷ്ടംപോലെ സദ്യ മോഡൽ ഫുഡായിരിക്കും. അപ്പോൾ കണ്ടരമാനം കറിയൊക്കെ ബാക്കി വരുന്നു. അതുപോലെ നമ്മുടെ ആ ഒരു നിഗമനം തെറ്റിയില്ല. കുറേ കറിയൊക്കെ ബാക്കി ഉണ്ടായിരുന്നു. അമ്മ ഇവിടുന്ന് സാമ്പാറും മുരുകാച്ചും എല്ലാം പെറുക്കിക്കൊണ്ട് പോകുന്നു. ഏറ്റവും അവസാനം കഴിച്ചത് ദയാൻ്റിയാണ്. അപ്പോൾ ദയാൻ്റി കഴിച്ച് കഴിഞ്ഞാൽ കുറേ കറിയൊക്കെ ബാക്കിയുണ്ടായിരുന്നു. പായസം മാത്രം കുറച്ച് കഴിഞ്ഞു എന്ന് തോന്നുന്നു. പിന്നെ ഓൾറെഡി നല്ല ടേസ്റ്റുള്ള പായസമായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് പിന്നെ അടപ്രഥമനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അതൊക്കെ പിടിക്കൊണ്ട് അത് അത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. അതുകൊണ്ട് കണ്ടില്ല കേട്ടോ, ഇന്ന് കൊണ്ടുവന്നിട്ട് കണ്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് ഈ ദേവൂട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫുട്ബോളിൻ്റെ ഒരാളാണ്. ഫുട്ബോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ 9 ഗോൾ അടിച്ചു. അവർക്ക് തള്ളാണോ സത്യമാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ ഭയങ്കര കളിക്കാരനാണ്. പിന്നെ ഞങ്ങളിതെല്ലാം കഴിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ വന്നിരുന്ന് കുറച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് ദേവൂട്ടനെ കളിയാക്കി അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ദേവൂട്ടൻ പറഞ്ഞു ഞാൻ സാഹസികമായി ടീഷർട്ടിൻ്റെ മുകളിൽ ബോൾ വെച്ചിട്ട് അത് ഇങ്ങനെ ഇതാണ് സംഭവം. അതായത് ടീഷർട്ട് ഊരിയെടുക്കും. അപ്പോൾ അതിനുള്ള ശ്രമം ഒരു 30 പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട്. 30 പ്രാവശ്യം ഞാൻ വീഡിയോ എടുത്ത് ഫ്ലോപ്പായി പോയിട്ടാണ്. അതെന്താണെന്നല്ല അവൻ പറയണത്, വിയർത്തിരിക്കുമ്പോഴത്തേക്കും കണ്ടോ കുറേ ട്രൈ ചെയ്തു. കുറേ എന്നുണ്ടെങ്കിൽ കുറേ ട്രൈ ചെയ്തു. പക്ഷെ നടന്നില്ല കേട്ടോ, അവൻ ഫ്ലോപ്പായി. അതുകൊണ്ട് പിന്നെ പുള്ളിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. 10 മിനിറ്റ് ഇരിക്കുമോ 10 മിനിറ്റ് പറഞ്ഞ് ഞങ്ങൾ ഒരു മണിക്കൂറോളം ഇരുന്നു അവിടെ. പിന്നെ ദയാൻ്റി കാണിക്കുന്നത് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, അപ്പോൾ എന്തെങ്കിലും ചെയ്യണമല്ലോ എന്നും പറഞ്ഞ് കത്തിയില്ലാണ്ട് കൈകൊട്ടി ഇങ്ങനെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ.